ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്സ് ആണ്. മോൾ കൺസെപ്റ്റ്സ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോൾ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാസ് മെഷർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഗ്രാം, മില്ലിഗ്രാം, കിലോഗ്രാം അങ്ങനെ ഓൾറെഡി നമുക്ക് അവൈലബിൾ യൂണിറ്റ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മോൾ എന്നുള്ള ഒരു പുതിയ യൂണിറ്റിലേക്ക് ഈ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ മാസ് മെഷർ ചെയ്യാൻ നമുക്ക് പോകേണ്ടി വരുന്നത്? നമുക്ക് നോക്കാം. ഗ്രാം യൂസ് ചെയ്തിട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നമാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് നോക്കൂ. ആദ്യം ഒരു സിംപ്ലസ്റ്റ് ഫോമിലുള്ള ഒരു ഇക്വേഷൻ S+Fe ഗിവ്സ് FeS, സൾഫർ പ്ലസ് അയൺ ഫെറസ് സൾഫൈഡ് ഉണ്ടാകുന്ന ഈ റിയാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായി, ഒരു സൾഫർ ആറ്റത്തിന് ഒരു Fe ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ നടക്കാം, FeS ഫോം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമിൽ മെഷർ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം 100 ഗ്രാം സൾഫർ എടുത്തു, 100 ഗ്രാം അയണും എടുത്തു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 100 + 100 200 ഗ്രാമിൽ FeS വരണം. കാരണം മാസ് ഡിസ്ട്രോയ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ ചെയ്യുന്നില്ലല്ലോ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ എത്ര റിയാക്റ്റൻസിൻ്റെ മാസ് എത്രയോ അതായിരിക്കണം പ്രോഡക്റ്റിൻ്റെ മാസ്. അപ്പോൾ ഇത് രണ്ടും 100 എടുത്താൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ 200 ആണ്. പക്ഷേ ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമ്മൾ കണ്ടത് 157 ഗ്രാം മാത്രമാണ് FeS ഉണ്ടായുള്ളൂ. ബാക്കി സൾഫർ 43 ഗ്രാം ഒരു റിയാക്ഷനിലും ഏർപ്പെടാതെ വേസ്റ്റ് ആയതാണ് കണ്ടത്. ഇവിടെ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ 43 ഗ്രാം സൾഫർ ബാക്കിയായി. അതായത് രണ്ടും സെയിം 100 ഗ്രാം തന്നെയാണ്, പക്ഷേ പാർട്ടിക്കിൾസ് കൂടുതൽ 100 ഗ്രാം സൾഫറിലാണ്, 100 ഗ്രാം അയണിൽ പാർട്ടിക്കിൾസ് കുറവാണ്. ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വ്യത്യാസമാകാൻ കാരണം എന്താണ്? സൾഫറിൻ്റെ ആറ്റമിക് മാസ് കുറവാണ്, അയണിൻ്റെ ആറ്റമിക് മാസ് കൂടുതലാണ്. ആറ്റമിക് മാസ് കുറവുള്ള സൾഫർ കൂടുതൽ പാർട്ടിക്കിൾസ് ഈ 100 ഗ്രാമിൽ നിന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഒരു 100 ഗ്രാം ഷുഗറും 100 ഗ്രാം ദാലും കൂടി കമ്പയർ ചെയ്തോളൂ. അപ്പോൾ ഷുഗറിൻ്റെ സൈസ് കുറവാണ്, അപ്പോൾ കൂടുതൽ പാർട്ടിക്കിൾസ് ഷുഗറിൽ നമുക്ക് 100 ഗ്രാമിലെടുത്താൽ കിട്ടും. ആ സെയിം 100 ഗ്രാമിൽ ദാലിൻ്റെ കൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആറ്റമിക് മാസ് സൾഫറിൻ്റെ കുറവാണ്, കൂടുതൽ പാർട്ടിക്കിൾസ് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാമിൽ റിയാക്റ്റൻസ് മെഷർ ചെയ്താൽ നമുക്ക് പാർട്ടിക്കിൾസ് കൗണ്ട് ഈക്വൽ ആകണമെന്നില്ല. അപ്പോൾ ഒരു സൾഫർ ഒരു FeS ഉണ്ടാകാൻ ഉള്ള റിയാക്ഷനിൽ രണ്ടും സെയിം ഗ്രാമിൽ എടുത്തത് കൊണ്ട് രണ്ടിലും സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടില്ല. അപ്പോൾ ഗ്രാം ഒരു റിയാക്റ്റൻസിൻ്റെ മെഷർമെൻറ്റിനുള്ള ഒരു യൂണിറ്റ് അല്ല. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോളിക്കുലർ മാസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയ യൂണിറ്റാണ് മോൾ. നമ്മളെങ്ങനെ മോളിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം. എലമെൻസിൻ്റെ ആറ്റമിക് മാസ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. കാർബൺ 12 ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടാണ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എല്ലാം മാസ് കണക്കാക്കിയിരിക്കുന്നത്. കാർബൺ 12 എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്. അപ്പോൾ 6 പ്രോട്ടോൺസ് ആൻഡ് 6 ന്യൂട്രോൺസ് ആണ് കാർബൺ 12ൻ്റെ ന്യൂക്ലിയസിലുള്ളത്. കാർബൺ 12ൻ്റെ ആറ്റമിക് മാസ് യൂണിറ്റിൽ പറയുമ്പോൾ 12U, ആറ്റമിക് മാസ് യൂണിറ്റിന് നമ്മൾ U എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാർബൺ 12ൻ്റെ ആറ്റമിക് മാസ് 12U ആകുമ്പോൾ അതിലെ 12 പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് ആണ് 12U. അപ്പോൾ ഒരു പാർട്ടിക്കിൾ, അതായത് ഒരു പ്രോട്ടോണിൻ്റെ വെയിറ്റ് മാസ് കണക്കാക്കാമല്ലോ, 12U/12. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1U. 1U ആണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ 1U എന്ന് പറഞ്ഞാൽ അത് എത്ര ഗ്രാം ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നോക്കുന്നത് കാർബൺ 12ൻ്റെ മാസ് ഗ്രാമിൽ എടുത്തു, 12 വെച്ച് ഡിവിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു പ്രോട്ടോണിൻ്റെ മാസ് ഗ്രാമിൽ കിട്ടും. ആ വാല്യൂ ആണ് 1.66 × 10⁻24 ഗ്രാം. ഇനി 1U ഒരു പ്രോട്ടോണിൻ്റെ മാസ് ആണെങ്കിൽ ഒരു എലമെൻറ്റ്
ഫോർ എക്സാമ്പിൾ നൈട്രജൻ ആറ്റമിക് നമ്പർ 77 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺ 7 + 7 ആകുമ്പോൾ 14. അങ്ങനെ 14 പാർട്ടിക്കിൾസ് ഉള്ള നൈട്രജന്റെ ആറ്റമിക് മാസിനെ നമ്മൾ പറയും 14U. ഒരു പ്രോട്ടോണിന്റെ മാസ് 1.66 × 10⁻⁻²4, ദാറ്റ് ഈസ് 1U. സെയിം മാസ് തന്നെയാണ് ന്യൂട്രോണിന്റെയും. ഇലക്ട്രോണിന്റെ മാസ് നോക്കൂ, വളരെ കുറവാണ്. അതായത് 1Uന്റെ പിന്നെ 1800 വെച്ച് ഡിവിഷൻ നടത്തിയിട്ടുള്ള അത്രയും ചെറിയ നമ്പറാണ് ഇലക്ട്രോണിന്റെ മാസ്സായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എലമെന്റ്സിന്റെ ആറ്റമിക് മാസ് കണക്കാക്കുമ്പോൾ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാത്രം സം എടുക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എടുക്കുന്നില്ല, നെഗ്ലക്ട് ചെയ്യും. എലമെന്റ്സിന്റെ ആറ്റമിക് മാസ് എങ്ങനെ കണക്കാക്കിയെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ 43 ഗ്രാം സൾഫർ വേസ്റ്റ് ആയ ആ കെമിക്കൽ റിയാക്ഷനിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിച്ചു പോകാം. S + Fe gives FeS. 100 എടുത്തപ്പോൾ 43 ഗ്രാം സൾഫറാണ് വേസ്റ്റ് ആയത്. ഈ വേസ്റ്റേജ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാമായിരുന്നു? നമുക്ക് സൾഫറിൻ്റെ ആറ്റമിക് മാസ് 32, അയണിൻ്റെത് 56. അതായത് ഒരു സൾഫറിന് വേണ്ടിയത് ഒരു അയണാണ്. 32U ആണ് സൾഫറിന് ആറ്റമിക് മാസ്, 56U അയണിൻ്റെത്. 1Fe നീഡ്സ് 1 സൾഫർ. 1Fe എന്ന് പറഞ്ഞാൽ 56U മാസ് ഓഫ് അയൺ ആണ്. അതിന് വേണ്ടിയത് 32U സൾഫറാണ്. അപ്പോൾ 1Uന് എത്ര വേണം? 32/56. അപ്പോൾ 100ന് എത്ര വേണം? 32/56 × 100. അതായത് 100 ഗ്രാം Feക്ക് വേണ്ടിയത് 57 ഗ്രാം സൾഫറാണ്. ഈ 100 ഗ്രാം Fe 57 ഗ്രാം സൾഫറും കൂടി ആണ് 157 ആയിട്ട് FeS പ്രോഡക്റ്റിൽ വരുന്നത്. ഇനി 100 ഗ്രാമിനോട് റിയാക്ട് ചെയ്യാൻ 57 ഗ്രാം മതിയാമായിരുന്നു. പക്ഷേ നമ്മൾ 100 ഗ്രാം സൾഫർ എടുത്തു. അപ്പോൾ 100 - 57 കഴിഞ്ഞാൽ 43. ആ 43 ഗ്രാമാണ് ഇവിടെ വേസ്റ്റ് ആയി വന്നത്. അപ്പോൾ എലമെൻസിൻ്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ആറ്റമിക് മാസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേസ്റ്റേജ് ഒഴിവാക്കാം. പക്ഷേ ഇത്തരം കോംപ്ലക്സ് കാൽക്കുലേഷൻ ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള വന്ന യൂണിറ്റാണ് മോൾ. കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ മാസ് മെഷർമെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മോൾ. മോൾ എന്താണ്? ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം. കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഡസൻ അറിയാം. ഡസൻ എന്ന് പറഞ്ഞാൽ അതിൽ 12 ഐറ്റംസ് ഉള്ളത് തന്നെയാണ് നമ്മൾ ഡസൻ എന്ന് പറയുന്നത്. പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഐറ്റം ഉള്ളതിനെ പെയർ എന്ന് പറയും. അതേ ആസ്പെക്റ്റിൽ തന്നെ അവഗാഡ്രോ നമ്പർ ഓഫ് ഐറ്റംസ് ഉള്ളതിനെ മോൾ എന്ന് പറയും. അത് എങ്ങനെയാണ് ഈ മോൾ കണക്കാക്കുന്നത്? അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തതെന്ന് നോക്കാം. കൊടുക്കും തോറും ഏറിടും, വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്സിജൻ ആറ്റം എടുത്തിട്ട് നമുക്ക് മോൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്സിജൻ ആറ്റമിക് നമ്പർ 8 ആണ്. 8 പ്രോട്ടോൺസും 8 ന്യൂട്രോൺസുമാണുള്ളത്. 8 + 8 16U ആണ് ഓക്സിജൻ ആറ്റത്തിൻ്റെ ആറ്റമിക് മാസ്. ഈ GAM ഗ്രാം ആറ്റമിക് മാസ്, അത് ഈ 16U ആറ്റമിക് മാസുള്ള ഓക്സിജൻ 16 ഗ്രാം എടുക്കുന്നതിനാണ് ഈ GAM എന്ന് പറയുന്നത്. ഇനി ഈ 16 ഗ്രാം ഓക്സിജൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് 16 ഗ്രാം. അപ്പോൾ ഈ 16 ഗ്രാമിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് നോക്കുമ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 16U. അതായത് ഒരു ഓക്സിജൻ ആറ്റം 16Uവിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. U പറഞ്ഞാൽ 1U മീൻസ് 1 പ്രോട്ടോൺ. 1 പ്രോട്ടോണിൻ്റെത് 1.6 × 10⁻24. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 16 × 1U. 16 × 1U സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ 16 ക്യാൻസൽ ചെയ്തു. 1/this നമ്പർ
കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6.022 × 10⁻23 ഇതാണ് അവഗാഡ്രോ നമ്പർ. 16U ഉള്ള ആറ്റമിക് മാസ് ഉള്ള ഓക്സിജൻ ആറ്റം 16 ഗ്രാം എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും. ആ 16 ഗ്രാമിന് പറയുന്ന പേരാണ് 1 മോൾ. എന്താണോ ആറ്റമിക് മാസ് ആ യു മാറ്റിയിട്ട് ജി ഗ്രാമിലേക്ക് മാറ്റി 16Uവിനെ 16 ഗ്രാം എടുക്കുമ്പോൾ അതാണ് 1 മോൾ. അതിനെ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം അതിലുണ്ടാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ F+ റിയാക്ഷനിൽ എടുത്ത സൾഫറിൻ്റെ ആറ്റമിക് മാസ് 32U ആണ്. സൾഫറിൻ്റെ ആറ്റമിക് നമ്പർ 16 ആണ്. 16 + 16 32U ആണ് ആറ്റമിക് മാസ്. അതിൻ്റെ GAMൽ എടുക്കുമ്പോൾ 32 ഗ്രാം. ഇനി ഈ 32 ഗ്രാം എടുത്താൽ അതിനെ പറയും നമ്മൾ 1 മോൾ ഓഫ് സൾഫർ ആറ്റം. 1 മോളിൽ എത്ര ഉണ്ടാവും? 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 32 ഗ്രാം സൾഫർ. 32 ബൈ ഒരു സൾഫറിൻ്റെ വെയിറ്റ് എത്രയാണ്? മാസ് എത്രയാണ്? 32U. 32 × U. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ നമ്പർ 32 ക്യാൻസൽ ചെയ്ത് വീണ്ടും നമുക്ക് കിട്ടുന്നത് അവഗാഡ്രോ നമ്പർ. അതായത് എത്രയാണ് ആറ്റമിക് മാസ്? ആ യുവിന് പകരം ആറ്റമിക് മാസ് ഗ്രാമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് 1 മോൾ. അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് സൾഫർ ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്തത് മോളിക്യൂളിൻ്റെ കേസിൽ ഓക്സിജൻ മോളിക്യൂൾ ആകുമ്പോൾ അതിൻ്റെ മൊളിക്യുലാർ മാസ്, ആറ്റമിക് മാസ് അല്ല, ഇതൊരു മോളിക്യൂളാണ്. അപ്പോൾ അതിൻ്റെ മാസ് എത്രയാണ്? ആ മോളിക്യൂളിൻ്റെ മാസ്, മോളിക്യുലാർ മാസ് 2 × 16. അതായത് 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ 16 ആണ്, 2 എണ്ണാകുമ്പോൾ 32U ആണ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്യുലാർ മാസ്. ഈ മോളിക്യൂളിൻ്റെ കേസിൽ ഈ ഗ്രാം മോളിക്യുലാർ മാസ് GMM എത്രയാണോ മോളിക്യുലാർ മാസ് ആ നമ്പറിനെ ഗ്രാമിലേക്ക് മാറ്റി പറയുമ്പോൾ ഗ്രാം ആറ്റമിക് അല്ലല്ലോ, ഗ്രാം മോളിക്യുലാർ മാസ് GMM അത് 32U ആണ് മോളിക്യുലാർ മാസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ GMM 32 ഗ്രാം. ഇനി 32 ഗ്രാമിൽ എത്ര ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതെങ്ങനെ നോക്കിയേ? 32 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 32ൽ എത്ര ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെന്നാണ് നോക്കണേ. ഒരു ഓക്സിജൻ മോളിക്യൂൾ 32U ആണ്. 32 × 1U. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 32 ക്യാൻസൽ ചെയ്തു. വീണ്ടും നമുക്ക് കിട്ടുന്നത് അവഗാഡ്രോ നമ്പർ. അതായത് മോളിക്യുലാർ മാസ് എത്രയാണോ അത് ഗ്രാമിൽ എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പോൾ 1 മോൾ ഓഫ് ഓക്സിജൻ പറഞ്ഞാൽ 32 ഗ്രാം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ഈ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂളിൻ്റെ മോളിക്യുലർ മാസ് എത്രയാണ്? ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ് 1 ആണ്. 1 × 2 ഹൈഡ്രജൻ ഉണ്ട് 2. ഹൈഡ്രജൻ്റെ കേസിൽ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ 1 ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത പ്രോട്ടിയം ഐസോട്ടോപ്പാണ് ഹൈഡ്രജനിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മൾ ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു പ്രോട്ടോണിൻ്റെ മാസ് മാത്രമാണ് പ്രോട്ടിയം, അതായത് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ. അതാണ് ഈ ഹൈഡ്രജനിലെ മാസ് 1 എന്നെടുത്തത്. 1 × 2 2 പ്ലസ് ഓക്സിജൻ്റെത് 16. 18U ആണ് മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ. 18U ആണ് മോളിക്കുലർ മാസെങ്കിൽ 18 ഗ്രാമിൽ എടുക്കുമ്പോൾ അത് ഗ്രാം മോളിക്കുലർ മാസ്. അതാണ് 1 മോൾ. 1 മോൾ 18 ഗ്രാം. അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂളിൽ ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം. അതെങ്ങനെ കണക്കാക്കിയത്? 18 ഗ്രാമാണ് 1 മോള്. അപ്പോൾ 18 ഗ്രാമിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഒരു വാട്ടർ മോളിക്യൂൾ 18U ആണ്. 18 × U സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്യാൻസൽ ചെയ്തു, അവഗാഡ്രോ നമ്പർ. എനി കോമ്പൗണ്ട് അത് അതിൻ്റെ മോളിക്കുലർ വെയ്റ്റിൻ്റെ ഇക്വലൻറ്റ് ഗ്രാമിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആ മോളിക്യൂൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആറ്റമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും. ഒരു എലമെൻറ്റിൻ്റെയോ കോമ്പൗണ്ടിൻ്റെയോ മോളിക്കുലർ മാസ് എത്രയാണോ അത്ര ഇക്വലൻറ്റ് ഗ്രാം എടുത്താൽ അതിൽ
അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. ഇത് എലമെൻസും അതിൻ്റെ ആറ്റമിക് മാസ്, യുയിൽ ആറ്റമിക് മാസും ആ സെയിം ഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴേക്കും ഗ്രാം ആറ്റമിക് മാസ്. എനി എലമെൻറ്റ് അതിൻ്റെ ആറ്റമിക് മാസിൻ്റെ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വിധത്തിലുള്ള ഗ്രാമിലേക്ക് മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റമിക് നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ആറ്റമിക് നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാമിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും. സിമിലർലി മോളിക്യൂളിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ മോളിക്യുലാർ മാസിന് ഇക്വലൻ്റ് ആയ ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആ എലമെൻറ്റിൻ്റെ മോളിക്യൂൾസ് ഉണ്ടാകും. നമ്മുടെ S+FE പ്രോബ്ലത്തിലേക്ക് തിരിച്ചു പോകാം. മോൾ കൺസെപ്റ്റ് ഇവിടെ എങ്ങനെ വർക്കൗട്ട് ആയിക്കണമെന്ന് ക്ലിയർ ആകും. എസിൻ്റെ ആറ്റമിക് മാസ് 32U, അയണിൻ്റെത് 56U. ആറ്റമിക് മാസ് എത്രയാണോ അതിൻ്റെ ഗ്രാമിലേക്ക് എടുക്കുന്നതിന് നമ്മൾ എന്താ പറയുക, 1 മോൾ ഗ്രാം ആറ്റമിക് മാസ്. 1 മോൾ സൾഫർ പറഞ്ഞാൽ 32 ഗ്രാം ആണ്. അപ്പോൾ 32 ഗ്രാം സൾഫർ എടുത്തു. 32 ഗ്രാം സൾഫർ എടുത്താൽ നമുക്കറിയാം അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് സൾഫർ ആറ്റംസ് ഉണ്ടാകും. ഇനി അയണോ 56Uന് 56 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഉണ്ടാകും അവഗാഡ്രോ നമ്പർ ഓഫ് അയൺ. അതായത് 1 മോൾ ഓഫ് സൾഫറും 1 മോൾ ഓഫ് അയണും എടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ആറ്റമിക് മാസ് എത്രയാണോ അതിൻ്റെ ഗ്രാം വാല്യൂയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് നമുക്ക് കറസ്പോണ്ടിങ്ങിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പാർട്ടിക്കിൾ കൗണ്ട് 2ലും അവഗാഡ്രോ നമ്പർ. അപ്പോൾ വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് മെഷറും ചെയ്തു, വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. ഇത് നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന ഇക്വേഷനാണ്. കെമിക്കൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ബാലൻസും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ കോഎഫിഷ്യൻസ് ഇല്ലേ, അതാണ് നമ്മുടെ മോൾ റേഷ്യോ സെയിം തന്നെയാണിത്. ഇവിടെ നോക്കൂ, ഒരു ഓക്സിജൻ മോളിക്യൂളിന് 2 ഹൈഡ്രജൻ മോളിക്യൂൾ വേണം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഓക്സിജൻ 1 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ 2 മോൾ എടുക്കണം. അതായത് ആ കോഎഫിഷ്യൻറ്റിൻ്റെ നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് മോൾസ്. ഇവിടെ 1 മോൾ ഹൈഡ്രജൻ പറഞ്ഞാൽ 2 ഗ്രാം ആണ്. അപ്പോൾ 2 മോൾ വേണം, നമ്മൾ 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു. 1 മോൾ ഓക്സിജൻ 32 ഗ്രാം എടുത്തു. അപ്പോൾ എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റി, വേസ്റ്റേജ് ഒന്നും കൂടാതെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. മോൾ കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത് പലപ്പോഴും നമുക്ക് മാസ് തന്നിട്ട് അതിൽ എത്ര മോൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഗിവൺ മാസ് തന്നിട്ടുണ്ടാകും, അതിൽ എത്ര മോൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നതിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഒരു മോളിൻ്റെ മാസ്, അതായത് മോളാർ മാസ് ഡിവിഷൻ നടക്കുക. അതായത് 100 ഗ്രാമിൽ എത്ര സൾഫർ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ 100 ബൈ സൾഫറിൻ്റെ ആറ്റമിക് മാസ് എത്രയാണ് 32. അപ്പോൾ 32 അങ്ങനെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എത്രയാണോ നമ്പർ ഓഫ് മോൾസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നോക്കൂ, കാർബൺ 12 ആണെന്നുണ്ടെങ്കിൽ 12 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ 12 ഉണ്ടാവും. ഇവിടെ സെയിം തിങ്, കോപ്പർ ആണ് എടുക്കുന്നതെങ്കിൽ കോപ്പറിൻ്റെ മാസ് ആറ്റമിക് മാസ് 63.5 ആണ്. അപ്പോൾ 63.5 എടുത്താലാണ് അവഗാഡ്രോ നമ്പർ ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ 63.5 ആണ്. ഏത് എലമെൻ്റ് ആണോ എടുക്കുന്നത് അതിൻ്റെ ആറ്റമിക് മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാമിലേക്ക് മെഷർ ചെയ്തെടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. Subscribe to this channel for more videos like this. മോൾ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യം കൂടിയുണ്ട്. ചില കേസിൽ നമുക്ക് മാസ് തരില്ല, വോളിയം ആയിരിക്കും തരുന്നത്. വോളിയം ഓഫ് ആ സബ്സ്റ്റൻസ് തന്നിട്ട് അതിൽ എത്ര മോൾ ഉണ്ട് എന്ന്, എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമുക്ക് അറിവ് വേണ്ടത്, ഏത് ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് 273 കെൽവിൻ
1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഏത് ഗ്യാസും 22.4 ലിറ്റർ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വോളിയം ഓഫ് ഗ്യാസ് തന്നിട്ടുണ്ട്. അതിൽ എത്ര മോൾ ഉണ്ടെന്ന് നോക്കും. ഒരു മോളിന് ഓക്യുപ്പൈ ചെയ്യാൻ 22.4. അപ്പോൾ ടോട്ടൽ വോളിയത്തിൽ എത്ര 22.4 ഉണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. വോളിയം അറ്റ് STP ഡിവിഷൻ മോളാർ വോളിയം അറ്റ് STP. STPയിലുള്ള ഒരു മോളിൻ്റെ വോളിയം 22.4. അതായത് വോളിയം ബൈ 22.4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. ഈ എക്സാമ്പിളിൽ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് നമുക്കറിയാം 18U. 18U മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് 18U ആകുമ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ 18 ഗ്രാം. ആ 18 ഗ്രാമിനെ നമ്മൾ പറയുന്നതാണ് 1 മോളിൻ്റെ മാസ് എന്നുള്ള അർത്ഥത്തിൽ മോളാർ മാസ്. മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 18 തന്നെ. എല്ലാ നമ്പർ കണ്ട എല്ലാ 18 തന്നെ, 18 ഗ്രാം പെർ മോൾ. അതായത് മോളിക്കുലർ മാസ് U 1 മോൾ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 18 ഗ്രാം. മോളാർ മാസിനെ നമ്മൾ ഗ്രാം പെർ മോൾ, അതായത് 18 ഗ്രാം ഒരു മോളിന് 18 ഗ്രാം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 44U. അപ്പോൾ 44U ആണെന്നുണ്ടെങ്കിൽ 44 ഗ്രാമും 44 ഗ്രാം പെർ മോളും ആണ് മോളാർ മാസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 36 ഗ്രാമിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ടറിൻ്റെ. 36 ഗ്രാമാണ് ഗിവൺ മാസ്. 36 ഗ്രാമിൽ ഒരു വാട്ടറിൻ്റെ മോളിക്യൂളിൻ്റെ മാസ് എത്രയാണ്? 18. 36/18 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോളാണ്. അപ്പോൾ 2 മോൾസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാനായിട്ട് 2 × അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നൈട്രജൻ ആറ്റം 56 ഗ്രാമിൽ എത്രയുണ്ടെന്ന്. നൈട്രജൻ്റെ നമുക്കറിയാം 14. 56/14 ചെയ്യുമ്പോൾ 4 മോൾസ് കിട്ടി. അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടി. ഇനി ഇവിടെ നമുക്ക് വോളിയം ആണ് തന്നിരിക്കുന്നത്. വോളിയത്തിൻ്റെ എക്സാമ്പിൾ നോക്കും. വാട്ട് ഇസ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 44.8 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് STP. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STPയിൽ 44.8 ലിറ്ററാണ് ഈ ഓക്സിജൻ്റെത് വോളിയം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. മോളാർ വോളിയം നമുക്കറിയാം 22.4. അതിൻ്റെ അർത്ഥം ഏത് ഗ്യാസ് ആയാലും STPയിൽ ഒരു മോളാണെങ്കിൽ ഓക്യുപ്പൈ ചെയ്യണത് 22.4. അപ്പോൾ ഈ 44.8ൽ എത്ര 22.4 ഉണ്ടെന്ന് നോക്കാം. നമ്മളിത് ഡിവിഷൻ ചെയ്തു, 2 മോൾസ് കിട്ടി. അപ്പോൾ 2 മോൾസാണ് ഈ ഓക്സിജൻ ഉള്ളത്. അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു കിട്ടി. ഇവിടെ 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആ ടേംസിൽ ഓർക്കുകയാണെങ്കിൽ 1 മോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. 1 മോൾ ഓഫ് ആറ്റം ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസിൻ്റെ ഇതിൽ പറയുവാണെന്നുണ്ടെങ്കിൽ മോളാർ മാസ് എത്രയാണോ അത് ഗ്രാമിൽ പറയുന്നതാണ് 1 മോൾ. ഇനി ഗ്യാസിന് വോളിയത്തിൻ്റെ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. അതായത് ഏത് ഗ്യാസും 1 മോൾ ആണെന്നുണ്ടെങ്കിൽ അത് ഓക്യുപ്പൈ ചെയ്യുന്ന STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ് 22.4 ലിറ്റർ. അപ്പോൾ 1 മോൾ മീൻസ് 22.4 ലിറ്റർ ആണ്. മാസിൽ പറഞ്ഞാൽ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. ആറ്റംസ് മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ അവഗാഡ്രോ നമ്പറാണ്. ഇതൊരു റീക്യാപ്പാണ്. നമ്മൾ ഇത്രയും പഠിച്ച മോൾ കൺസെപ്റ്റിലെ. ഇവിടെ തന്നിരിക്കുന്ന 1 മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് STP. ഒരു മോൾ ഹൈഡ്രജൻ ഗ്യാസ് STPയിലാണെന്ന്. ഇത് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളാണെന്ന് മനസ്സിലായി. ഇവിടെ നോക്കൂ, 1 മോളാണ്. 1 മോളാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22.4 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്ററിലാണല്ലോ. ഈ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ H2 ആണ്. ഒരു ഹൈഡ്രജൻ്റെ
മാസ് 1 ആണ്. 2 ഹൈഡ്രജൻ ഉള്ളത് കാരണം 2 ഗ്രാം. അപ്പോൾ 2 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇനി അത് പാർട്ടിക്കിൾസിൻ്റെ ലെവലിൽ വരുമ്പോൾ 1 മോൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 1 മോൾ ആകുമ്പോൾ 1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ്. ആറ്റം അല്ല, ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂൾസ്, ബിക്കോസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് 1 മോൾ എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി ഈ സൈഡിൽ നോക്കൂ, 1 മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ 2 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ബിക്കോസ് ഹൈഡ്രജൻ H2 ആണല്ലോ. 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും? ഈ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസിൽ 2 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 2 മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ, ഇത്രയും ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. ഇനി ഈ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ 1 മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ. 1 മോളിൻ്റെ മാസിനെ പറയും 1 മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ. അങ്ങനെ ഈ ഒരു 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റണം. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.